ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്ന്, കറക്റ്റ് ഒരു മെത്തേഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ പ്രീവിയസ് ആയിട്ട് നെയിൽ പോളിഷ് ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. റിമൂവർ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൂട്ട് നമുക്കിതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ കിട്ടില്ലേ, അങ്ങനത്തെ വാങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ അതാ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതാണ്. ഇതെനിക്ക് ഒരെണ്ണം ഫുള്ള് ഞാൻ രണ്ട് കയ്യിൽ ഇടാറില്ല. ഒരു കയ്യിൽ എനിക്ക് ഫുള്ള് പോകാനായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് രണ്ട് കയ്യിലാണെന്നുണ്ടെങ്കിലും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ബേസിക്കലി 2 കോട്ടാണ് ഇടാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1 ഡേ ബിഫോർ, അപ്പോൾ പ്രീവിയസ് നെയിൽ പോളിഷ് ഒരു 1 ഡേ ബിഫോർ കളയാറുണ്ട്. ഇനി അല്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ കളയാറുണ്ട്. അതായത് നമ്മൾ പ്രീവിയസ് നെയിൽ പോളിഷ് എനിക്കൊരു നെയിലിനൊരു കാറ്റെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്ലൈ ചെയ്ത്, അതായത് നമ്മൾ റിമൂവറെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ നെയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട്, നെയിലിനൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ആണെങ്കിലും ചെയ്താൽ മതി. ഞാൻ നോർമലി ഓയിൽ മസാജ് ചെയ്യാനായിട്ട് അങ്ങനെ മെനക്കെടാറില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. വെറ്റ് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് നെയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കും കണ്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇങ്ങനെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഇടുന്നത് ആ ഇടുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ നന്നായിട്ട് വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുക്കാറുണ്ട്. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ബേസ് കോട്ടും നമ്മുടെ നെയിൽ പോളിഷും, പിന്നെ അതുപോലെ തന്നെ ടോപ്പ് കോട്ടായിട്ട് ഞാൻ ഈ നെയിൽ പോളിഷ് തന്നെയാണ് യൂസ് ചെയ്യാറ്. നമുക്കൊരു ബേസ് കോട്ടും നമ്മുടെ നെയിൽ പോളിഷിൻ്റെ ഒരു ഡബിൾ കോട്ടും ഈ ടോപ്പ് കോട്ടും ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയല്ല നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിനിങ് ആവും. അതായത് ഇങ്ങനെ നഖം ഇങ്ങനെ ഒരു കളർ ചേഞ്ചിലിരിക്കും എപ്പോഴും. ഇപ്പോൾ ഈ ഒരു കളറാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നഖത്തിലേക്ക് വലിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു മഞ്ഞ കളറിലേക്ക്, പ്രത്യേകിച്ച് ഡാർക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് ഒരു നെയിലൊരു ഭംഗിയില്ലാത്ത പോലെ, നമ്മൾ റിമൂവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാനതുകൊണ്ട് എപ്പോഴും ബേസ് കോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ നെയിലിന് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് ഡയറക്റ്റ് ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഇതുപോലെ ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സാധാ നെയിൽ പോളിഷിനേക്കാളും പെയിൻറ്റിൻ്റെ നെയിൽ പോളിഷസ് ആണ് എനിക്കിഷ്ടം. നെയിൽ പോളിഷ് എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ പറയണത്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് ക്യൂടെക്സ് എന്നാണ്. എന്നിട്ട് നമ്മൾ ഞാൻ ഹോസ്റ്റലിലേക്ക് നിന്നപ്പോൾ അത് മാറ്റാത്തതുകൊണ്ട് എന്നോട് ഫ്രണ്ട് ചോദിച്ചത് ഇപ്പോഴും ക്യൂടെക്സ് തന്നെയാണോ പറയുന്നത്, ഈ നെയിൽ പോളിഷ് എന്ന് പറയാം ഇത്രയും വളർന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം അവൾ. അങ്ങനെയാണ് ഞാനിപ്പോൾ നെയിൽ പോളിഷ് എന്ന് പറയാൻ തുടങ്ങിയത്, സാധാ ക്യൂടെക്സ്. അപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം, നമ്മുടെ സാധാ വെള്ളമില്ലേ അതെടുത്ത് വെക്കും. പിന്നെ ഇതുപോലെ തന്നെ നെയിൽ പോളിഷ് എടുത്ത് വെക്കും. പിന്നെ ഒരു ബഡ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ടിഷ്യൂവും കൂടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു കുറച്ച് സമയമൊക്കെ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഓടലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എല്ലാം കിട്ടാറുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഇല്ലേ, ക്യൂട്ടിക്കിൾസ് ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഷോർട്ടല്ലേ എൻ്റെ നെയിൽ, ഞാൻ കുറച്ചും കൂടെയൊക്കെ നെയിൽ വളർത്താറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാവ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഷോർട്ടാക്കി വെച്ചേക്കുന്നത്. 2 കയ്യിൽ ഞാൻ ഇടാറില്ല, ഒരു കയ്യിൽ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ ബാക്കിലേക്ക് തള്ളി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നെയിലിന് ഒരു ലെങ്ത് തോന്നും, അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഒക്കെ എനിക്ക് തോന്നാറുണ്ട്. സോ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇനിയല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടൂള് വാങ്ങാൻ കിട്ടും. ആ ടൂളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വളഞ്ഞ സാധനം മതി. അതിപ്പോൾ എന്താണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ടിക് ടാക്ക് ഇല്ലേ നമ്മുടെ, ആ ടിക് ടാക്ക് ഉപയോഗിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ വേദനിപ്പിക്കാതെ നമുക്ക് ഏത് ടൂളാണല്ലോ യൂസ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നഖത്തിലൊരു ഫിനിഷിങ് ഒരു പ്രത്യേക ഒരു ഭംഗി വന്നതുപോലെ നമുക്ക് തോന്നും. ഇങ്ങനെ എല്ലാം നഖം ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ഡെഡ് സെല്ല് പോലത്തെയാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നഖത്തിലേക്ക് ആയി കിടക്കുന്നത് കണ്ടോ, അതങ്ങ് പോയിക്കോളും.
അപ്പോൾ നമുക്കൊരു നഖത്തിന് നല്ല നീളവും തോന്നും, ഒരു ഷേപ്പും കിട്ടും നമുക്ക് ആ ഒരു സൈഡിൽ, ക്യൂട്ടിക്കിൾസിൻ്റെ ആ ഒരു സൈഡിൽ. കണ്ടോ, ഇതിപ്പോൾ ഈ ടിക് ടാക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നമുക്ക് ആ ഡെഡ് സെൽസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ വെറ്റ് ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത്. ഇതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നനച്ചു കൊടുത്താലും മതി. പിന്നെ അല്ല, വെള്ളം ഇങ്ങനെ എടുത്തൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫാനിൻ്റെ ചോട്ടിലും കാണിക്കാറുണ്ട് കേട്ടോ. ഇനി എല്ലാ സമയമൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ അടുത്ത കോട്ട് ഇടുള്ളൂ. നോർമലി അപ്പം തന്നെ ഇടുക നല്ലത്, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ എല്ലാം തൊട്ടിട്ടെല്ലാം പോകും. നന്നായിട്ട് നഖം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബേസ് കോട്ട് ഇടാം. നമ്മളെപ്പോഴും ഒരു കുറച്ച് പാർട്ടായിട്ട് ഇങ്ങനെ എടുക്കാൻ നല്ലത്. നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കട്ടയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇടുമ്പോൾ ഉറ്റി 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 ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. സോ നമ്മൾ ഒരു ഇങ്ങനെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടയായിട്ട് വരാതിരിക്കാതെ ഒരു രീതിയിലെടുക്കുക. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ എപ്പോഴും ഒരു സ്ഥലത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും കേട്ടോ ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിലർ ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയും തൊടാതെ. എനിക്കപ്പോൾ അത്ര ഒരു ഭംഗിയിൽ കിട്ടാറില്ല. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇടാറ്. അതുപോലെ എല്ലാ വരകളും ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. നമ്മൾ ഫാനോ അല്ലെങ്കിൽ എന്താ AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തുറന്ന് വെക്കാതിരിക്കുകയാണ് നല്ലത്. കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടുകയോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്തെങ്കിലും പേപ്പറോ അങ്ങനെ എന്തെങ്കിലും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഞാൻ അത്ര നേരം ഒന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതായിക്കോളും. ഇനി അടുത്തത് നമുക്ക് നെയിൽ പോളിഷ് ഇടാം. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാ നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടപ്പെട്ടു ഈ കളർ. ഇട്ട് കഴിയുമ്പോൾ എന്താണെന്നറിയില്ല. നമുക്കിങ്ങനെ സൈഡിലൊന്നും അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ മതി. ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് ഇടുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് വരും. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമുക്കങ്ങനെ സൈഡിൽ പറ്റുമൊന്നുമില്ല. ഇനി സൈഡിൽ പറ്റിയാൽ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്സ് റിമൂവറിലൊന്ന് മുക്കിയിട്ട് ആക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടുത്ത് കാണിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിതിലിങ്ങനെ മുക്കി വെക്കും. ഇപ്പം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഉണങ്ങണമെന്നില്ല കേട്ടോ. നമുക്കിതിങ്ങനെ നമ്മൾ അടുത്ത കോട്ട് ഇടുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ആക്കരുത്. ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത കോട്ട് ഇടാം. അങ്ങനെ എവിടെയും ആയിട്ടൊന്നുമില്ല, കണ്ടോ. ഇനി നമുക്ക് ടോപ്പ് കോട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഷൈനിങ്ങും ഉണ്ടായിരിക്കും, നല്ലൊരു ഫിനിഷിങ്ങും ഫീൽ ചെയ്യും.
ജസ്റ്റ് ബഡ്സിൽ കുറച്ച് റിമൂവർ മുക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, പോയിക്കോളൂ. കണ്ടോ, അതും പോയിക്കോളൂ. ഇനി ഇട്ട വഴിയാണെന്നുണ്ടെങ്കിൽ എന്താ റിമൂവറും ആക്കണമെന്നില്ല നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിങ്ങനെയാണ് നോർമലി നെയിൽ പോളിഷ് ഇടാറ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്തോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് നെയിൽ പോളിഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. ചിലർക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇഷ്ടം. എനിക്ക് കുറച്ചിങ്ങനെ ഗ്ലോസി ആയിട്ടുള്ളത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ, നമുക്ക് എപ്പോഴും ഒരു വിരലിനും കൈക്കൊക്കെ നല്ലൊരു ഭംഗി തോന്നാൻ വേണ്ടി ഇടയ്ക്ക് മെനിക്യൂർ എന്നൊരു പേരേ ഉള്ളൂ, നമുക്ക് നല്ല ക്ലീനാക്കി വെക്കുക എപ്പോഴും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇട്ടാലും നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് കൈക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ട് പണിയൊന്നും അല്ലെങ്കിൽ കിച്ചണിലൊക്കെയാണ് ഞാൻ അങ്ങനെ പണിയെല്ലാം എടുക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോറുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തോ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിനെ ബിഗ് ആയിട്ട് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് മെനിക്യൂറും പെഡിക്യൂറും ചെയ്യുന്നതെന്ന് ഒരു ദിവസം കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.